സംവിധായകനും സോഷ്യൽ മീഡിയ താരവുമായ അഖിൽ മാരാർ 2020-ൽ കൊച്ചിയിൽ 2020 ചെയർമാൻ സാബു ജേക്കബാണ് പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിക്കുമെന്ന് സാബു ജേക്കബ് പറഞ്ഞു. സീറ്റിനെക്കുറിച്ച് NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്നടിക്കാനാകില്ലെന്ന് അഖിൽ മാരാർ പറഞ്ഞു. മിഥുനയ്യപ്പന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. ആദ്യം അഖിൽ മാരാർ 2020 പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. രാവിലെ മുതൽ സംബന്ധിച്ചിട്ടുള്ള വിവിധ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അഖിൽ എന്തായാലും 2020യുടെ ഭാഗമായിരിക്കുന്നു. എല്ലാത്തിലും അഭിപ്രായം ഉണ്ടായിരുന്ന ആൾ, എല്ലാത്തിനും തർക്കിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ 2020 പാർട്ടിയുടെ ഭാഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാർട്ടിയുടെ ചട്ടക്കൂട്ടിലേക്ക് മാറുകയാണ്. എന്താണ് ആ പ്രതീക്ഷ? എങ്ങനെയാണ്? അതേസമയം തന്നെ അതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ചെറിയ ഒതുക്കപ്പെടുന്നൊരു കാഴ്ചകളുണ്ട്. ഒരു പാർട്ടിയുടെ ചട്ടക്കൂട്ടിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നൊരു കാര്യം എങ്ങനെയാണ് കാണുന്നത്? വരുമ്പോഴേ എന്നെ ഒതുക്കാനാണ് നോക്കുന്നത് സാറേ. ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് ലക്ഷ്യങ്ങളൊന്നും 2020-ക്ക് ഇല്ല. 2020യുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്സ് മാത്രമാണ്. എനിക്ക് അതൊരിക്കലും ഒരു തടസ്സമല്ല. ഞാനും ആഗ്രഹിക്കുന്ന ഈ നാടിൻ്റെ വികസനമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആശയപരമായ ബ്ലോക്കുകളാണ് ചിലപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത്. അത്തരം ഒരു പ്രശ്നങ്ങളില്ലാതെ ജനലക്ഷ്യം നന്മ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു രീതിയിലും അവിടെ ഒതുക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു കോർപ്പറേറ്റ് നയങ്ങളുണ്ട്. അതായത് എപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്സ് ആയിരിക്കും. അല്ലാതെ ഒരു കമ്പനി നശിച്ചു പോകാനല്ല ഒരു മുതലാളിയും തീരുമാനമെടുക്കുന്നത്. അപ്പം ഒരിക്കൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയ ഒരാൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും സക്സസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കിഴക്കമ്പലം പോലൊരു പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതൊരാളെയും വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കും, ഇതാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. അല്ലാതെ നമ്മൾ ഭാവനാ സങ്കല്പങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഒരിക്കൽ പ്രൂവ് ചെയ്ത് കാണിച്ച് കൊടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആശയത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു തടസ്സമില്ലെന്ന് മാത്രമല്ല, ഞാൻ എഴുതിയ ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയും സമാനമായ രീതിയിൽ ചിന്തകൾ പങ്കുവെച്ചേക്കുന്ന ഒരുവൻ്റെ സ്വതന്ത്ര ചിന്താഗതിയായിരുന്നു. അതായത് തകർന്നുപോയ ഒരു ബിസിനസ്സുകാരൻ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവൃത്തികൾ മൂലം തകർന്നുപോയ ഒരു ബിസിനസ്സുകാരൻ, അയാൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടത്തി ജയിക്കുന്ന ഒരു നിയമ പോരാട്ടവും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രാതിനിധ്യ രാഷ്ട്രീയത്തിൽ കണ്ണുണ്ടാവുമായിരിക്കുമല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? മത്സരിക്കാനുള്ള രീതികൾ എങ്ങനെയൊക്കെയാണ്? മത്സരിക്കണം എന്നത് 2020യുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിയോജക മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചാലും ആ നിയോജക മണ്ഡലത്തിലെ ഒരു ജനതയ്ക്ക് മറ്റൊരാളെക്കാളും നല്ലതാണെന്ന് ഞാനെന്ന് തോന്നിയാൽ അവരെനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. എന്നേക്കാളും മികച്ചൊരു മത്സരാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ, ആ നാടിന് അയാൾ എന്നേക്കാളും പ്രയോജനപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നാടിൻ്റെ നന്മയെ കരുതി അയാൾ മറ്റൊരാൾ വോട്ട് ചെയ്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സാണ്. അവിടെ ഞാൻ ജയിച്ചാൽ എനിക്ക് എൻ്റെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. എൻ്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളാണ് ആ നാടിന് ഏറ്റവും ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഞാൻ തുടർന്നുള്ള കാലങ്ങൾ പ്രവർത്തിക്കും. അതേസമയം തന്നെ നിശബ്ദനാക്കപ്പെടുന്നൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് വരും തലമുറയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കത്തക്ക ഒരു വ്യക്തി എന്ന നിലയിലും നിയമസഭയിൽ മറ്റാരേക്കാളും ഒരു ചോദ്യങ്ങൾ ചോദിക്കാനും ആരെയും ഭയപ്പെടാതെ അത് അഡ്രസ്സ് ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരെന്നെ കണ്ടാൽ അവർ ധൈര്യമായിട്ട് വോട്ട് ചെയ്തോട്ടെ, ഒരു അവസരം നൽകിക്കോട്ടെ. ഉറപ്പായും അവരുടെ തീരുമാനം പാഴായതായിട്ട് തോന്നത്തില്ല. 100% അഖിലിൻ്റെ നിലപാട് പലപ്പോഴും സംഘി എന്നുള്ള പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഖിലിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിലടക്കം പലരും അൺഫോളോ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ അൺഫോളോ ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. നേരത്തെ സംഘി എന്നുള്ള വിളി നേരത്തെ കേട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും സംഘി വിളി കേട്ടിട്ടുള്ളത് വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ശരിയായ നിലപാട് സ്വീകരിച്ചാൽ എനിക്കിപ്പോഴും ആക്ച്വലി സംഗീതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല കേട്ടോ, റിയലായിട്ട് അറിയത്തില്ല. ഇവർ ഉദ്ദേശിക്കുന്നത് RSSൽ പ്രവർത്തിക്കുന്ന ഒരാളാണോ സംഘി, അതല്ല BJPയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണോ സംഘി, അതല്ല ഹിന്ദു വർഗീയത പറയുന്ന ഒരാളാണോ സംഘി, ഇതൊക്കെ ചോദിച്ചാൽ ഇതിലൊന്നും നിലവിൽ എന്തായാലും ഇപ്പം ഞാൻ പെടുന്ന ഒരാളല്ല. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഇടതുപക്ഷത്തെ ആക്രമിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു പ്ലാനാണത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഒരുവനെ സംഖ്യയാക്കപ്പെടുമ്പോൾ കേരളത്തിലെ 30% വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടാവും, ഇവനിത് പറഞ്ഞത് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീവ്ര വർഗീയത കൊണ്ടാണെന്നും അതുകൊണ്ട് ഇവനെ നമ്മൾ വിശ്വസിക്കരുതെന്നും ഇവനെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്ലാനാണ് ആക്ച്വലി ഈ പല ആൾക്കാരെയും സത്യം പറയുന്നവരെ സംഖ്യയാക്കി മുദ്രകുത്തുന്നത്. കാര്യം അങ്ങനെ മുദ്രകുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും സത്യം തുറന്നു പറയത്തില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മോദി ചെയ്യുന്നൊരു നല്ല, ഇപ്പം പ്രേമേന്ദ്രനെ സംഖ്യ എന്ന് വിളിക്കുന്നില്ലേ, VD സതീശനെ പലപ്പോഴും സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ, രമേശ് ചെന്നിത്തലയെ പലപ്പോഴും സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ, ശശി തരൂരിനെ സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ. ഇവിടെ ആരാണ് സംഖ്യ അല്ലാത്തത്? കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിജിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു മോദി ഭരണത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന്. നാളെ മുതൽ അദ്ദേഹം സംഖ്യയാണ്.
അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ വിളി എന്ന് പറയുന്നത് എന്ത് കാരണം? അതേസമയം ഒരാൾ പറയുകയാണ് നീ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിച്ച് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് വിഷമമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ മനുഷ്യനെ ഒന്നായി കാണാനും മതത്തെക്കാൾ ഉപരി ഈ നാടിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു അവസാനത്തെ ഒരു ചോദ്യം, ഇപ്പോൾ ഒരു മാതൃസംഘടന എന്നുള്ളത് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ആണ് അഖിലിൻ്റെ. എന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസിലേക്ക് പോയില്ല? പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വലിയ രീതിയിലുള്ള പ്രചാരണമുണ്ട്. അല്ല, രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പം ഞാൻ കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ വളരെ ശക്തമായിട്ട് SDP, പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ മീഡിയ വണ്ണിൻ്റെ നിലപാടുകൾ, ജമാഅത്ത് ഇസ്ലാമി നിലപാടുകൾ, ഇതിനെയൊക്കെ ശക്തമായി എതിർക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോടുള്ള വ്യക്തിപരമായ ഇഷ്ടം മാത്രമല്ല, അദ്ദേഹത്തെ അവിടെ ആക്രമിക്കുന്ന രീതി കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പം പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്ത കൂട്ടത്തിൽ വത്സൻ തില്ലങ്കേരിയുടെ പരിപാടി പങ്കെടുത്ത സമയത്ത് ഞാൻ സംഖ്യയാക്കപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ സ്ഥലത്ത് പോയ സമയത്ത് ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ പോയതായി കാണാതിരിക്കുകയും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വത്സൻ തില്ലങ്കേരിയുടെ ഒരു കോളേജിൽ ഞാൻ പോകുമ്പോൾ സംഖ്യയാക്കപ്പെടുകയും വർഗീയവാദിയാക്കപ്പെടുകയും അതിനപ്പുറം ഒരിക്കൽ പോലും ഒരു ഇതര മതസ്ഥന് ദോഷകരമാകുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടില്ല, നാളിതുവരെ നടത്തിയിട്ടില്ല, ഇനിയൊട്ട് നടത്താനും പോകുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം ഡെവലപ്പായി വരാതിരിക്കാൻ അവരെ ഒതുക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് ഇതിനെല്ലാം കാണുന്നത്. ഇസ്ലാമി ബാധവും കോൺഗ്രസിനെ ദോഷം ചെയ്യുന്നതാണ്. അല്ല, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാര്യം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആശയമാണല്ലോ അത്. അപ്പം ഇത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അഖിൽ മാരാരുടെ ഉള്ളിലെ ജാതീയത എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ വൺ എനിക്കിതൊരു വാർത്ത ചെയ്തിരുന്നു. ഒരു കാര്യമില്ല, ഞാൻ അതുവരെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പോലും നടത്തിയിട്ട് പോലുമില്ല. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ എന്നെ ഒരു നെഗറ്റീവാക്കാൻ ശ്രമിച്ചവരാണ് അന്നത്തെ മീഡിയ വൺ. അന്ന് മുതലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാൻ ഇവർക്കുണ്ടെന്ന്. അതായത് അപ്പം ഉയർന്നു വരുന്നവൻ തങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവനെ ഈ സമൂഹത്തിൽ നിന്ന് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു പ്ലാൻ ഇവർക്കുണ്ട്. മേ ബി അത്തരം ഒരു പ്ലാൻ ആയിരിക്കാം കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്തൊക്കെ ഒരു പക്ഷേ ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അല്ലാതിപ്പം ഞാൻ പറയുന്നത് കോൺഗ്രസിൽ മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അതൊക്കെ വേറെ കാര്യം, അതൊക്കെ അവരുടെ താല്പര്യം. അവർക്ക് വേണമെങ്കിൽ പറയാം അഖിൽ നമ്മളോട് നിൽക്കൂ, അല്ലെങ്കിൽ പാർട്ടി ചേരൂ, VD സതീശൻ്റെ ജാഥ നടക്കുന്നുണ്ട്, അഖിലിന് ചേരാം. അപ്പം നിശബ്ദമായി ഇവർ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് എങ്ങനെയും അധികാരത്തിൽ വരണം എന്നുള്ള ചിന്തകളൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബാന്ധവം കോൺഗ്രസിനെ ദോഷം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ പല വിഷയാധിഷ്ഠിത നിലപാടുകൾ സ്വീകരിച്ചപ്പോഴും തങ്ങളെ സംഖ്യയാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു നിലപാടും ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന നടപടികളാണ് ഏതായാലും ഇപ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 2020 ഭാഗമായിരിക്കുകയാണ് അഖിൽ മാരാർ. ഇപ്പോൾ അഖിൽമാരുമായി സംസാരിച്ച മിഥുനയ്യപ്പൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ബിഗ് ബോസ് ആകട്ടെ സോഷ്യൽ മീഡിയ ആകട്ടെ എപ്പോഴും തന്റെ നിലപാടുകൾ വ്യക്തമായി എപ്പോഴും പറയുന്ന ഒരാളാണ് അഖിൽമാരാർ. അതുപോലെ തന്നെ ജനപ്രീതിയുണ്ട്. അപ്പോൾ അഖിൽമാരാർ ഇപ്പം NDAയുടെ ഭാഗമാകുമ്പോൾ 2020 എത്തുമ്പോൾ ഇപ്പം കൃത്യമായി പറഞ്ഞ ഒരു വാക്കുണ്ട്, താൻ മത്സരിക്കുകയാണെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്ന ആൾ തന്നെക്കാളും നന്നായി നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറയുന്നു. അത്തരത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന യുവതയാണ് ഇപ്പോൾ NDAയുടെ ഭാഗമാകുന്നത്. 2020 ഇപ്പോൾ എത്തുന്നത് നമുക്ക് വരും ജനപ്രതിനിധികളാകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അഖിലിന് പിന്നാലെ ഇനിയും ഇതുപോലെ നാട് നന്നാകട്ടെ എന്ന് മനസ്സിലാക്കുന്ന എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ മിഥുൻ? തീർച്ചയായിട്ടും ഈ അഖിൽ മാരാർ NDAയുടെ ഭാഗമാകുന്നു, 2020 NDAയുടെ ഭാഗമാകുന്നു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമായി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും ശക്തമായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അഭിപ്രായവുമുള്ള വ്യക്തിയാണ് അഖിൽ മാരാർ. അത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വിമർശനവും അതുപോലെ തന്നെ ഒരു പ്രവർത്തനവും അദ്ദേഹം നടത്തിയിരുന്നു. പിന്നെ ഒടുവിൽ ഇപ്പോൾ സമീപകാലത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ 2020 ഭാഗമായിരിക്കുന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. 2020 മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് തൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ സാമ്യതകളുണ്ട് എന്നുള്ളതാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഒരുപക്ഷെ എറണാകുളത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം, അതായത് നമുക്കറിയാം NDAയുടെ ഭാഗമാകുന്നു, അതുവഴി ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലേക്ക് ഉയരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു
ഒരു വ്യാപ്തി 2020 വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 2020യുടെയും NDAയുടെയും ഭാഗമാകാൻ അഖിൽ മാരാർ തയ്യാറായിരിക്കുന്നത്. ഒപ്പം തന്നെ തന്നെ സംഘിയാക്കുന്ന ശരിയായ നിലപാട് സ്വീകരിച്ച തന്നെ സംഘിയാക്കുന്ന നിലപാട് കേരളത്തിലുണ്ടായിരുന്നു. അതൊരു മൂന്നാമതൊരു രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിരുന്നു. അതിന് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ അത്തരം തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അതിൻ്റെ ഇര കൂടിയാണ് താനെന്ന് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒപ്പം തന്നെ രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും ആകില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്കറിയാം പ്രേമചന്ദ്രൻ MP അടക്കം ഇത്തരത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട്, ആ വികസനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോഴും അവരെയും ക്രൂശിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെയും സംഖ്യയാക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പുറത്ത് തുറന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു നെഗറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ ഈ സാഹചര്യത്തിലാണ് പോസിറ്റീവ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാമെന്ന് അഖിൽ മാരാർ അടക്കം ഉറച്ചു വിശ്വസിക്കുന്നത്. 2020 ആകട്ടെ ഇതിന് മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി തന്നെ ഈ ഒരു നേട്ടമായി കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം NDAയുടെ ഭാഗമായതിന് ശേഷം 2020 പിളർന്നുവെന്നും അതുപോലെ തന്നെ 2020യിൽ നിന്ന് വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നുവെന്നാണ് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ 2020യിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഈ അഖിൽ മാരാറിൻ്റെ 2020 പ്രവേശത്തെ പാർട്ടി എന്ന നിലയ്ക്ക് സാബു ജേക്കബ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില പാർട്ടികൾ 2020യിൽ ലയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതിനുള്ള ചർച്ചകൾ തുടർന്നു വരികയാണെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് കാണാനാകുമെന്നും 2020 പാർട്ടി എന്നുള്ള നിലയ്ക്ക് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്ക് NDAക്ക് കൂടുതൽ കരുത്തു പകരുന്നു. ഇത്തരത്തിൽ ജനകീയരായിട്ടുള്ള നേതാക്കൾ NDAയുടെ ഭാഗമാകുന്നു, ഇത്തരത്തിൽ പാർട്ടികൾ ഭാഗമാകുന്നു എന്നുള്ള നിലയ്ക്ക് NDA ഏറ്റവും കൂടുതൽ ഈ അടുത്തിടെ ഏറ്റവും കരുത്താർജിച്ച വിപുലീകരിക്കപ്പെട്ട ഏക മുന്നണിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്തമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. മിഥുൻ.